കാറ്റും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഗാനരചയിതാവ്, സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം കേരളത്തിലെ ചലച്ചിത്ര മേഖലയ്ക്കും സാംസ്കാരിക മേഖലയ്ക്കും വലിയ സംഭാവനകൾ നൽകിയിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 78 വയസ്സായിരുന്നു. 200ഓളം സിനിമകൾക്കായി 700-ൽ പരം ഗാനങ്ങൾ രചിച്ചു. തിരക്കഥാകൃത്ത്, സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും കേരളത്തിലെ അതേപോലെ തന്നെ ദേശീയ തലത്തിലെയും ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകി. ബാഹുബലി അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പ്രസാദ് കാളിദാസൻ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? എന്തായിരുന്നു മരണകാരണം? എവിടെ വെച്ചായിരുന്നു അന്ത്യം? പ്രശസ്ത സാഹിത്യകാരൻ എന്നതിനേക്കാൾ ഉപരി കവിത രചയിതാവ്, കവി എന്നൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. 52 വർഷത്തിന് മുകളിലുള്ള സിനിമാ പാരമ്പര്യം അല്ലെങ്കിൽ സിനിമാ അനുഭവവുമായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹൃദയാഘാതം മൂലമാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിരുന്നാലും മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ അവസാന കാലത്ത് പോലും അദ്ദേഹം മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വലിയൊരു സാന്നിധ്യമായി അദ്ദേഹം നിലനിന്നിരുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സിനിമാ ആസ്വാദകർക്ക് ഏറെ ചിലപ്പോൾ പരിചയം കുറവായിരിക്കും. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ളത് കൂടുതലും അവസാന കാലങ്ങളിലേക്കായി അല്ലെങ്കിൽ അവസാന ഒരു 20 വർഷക്കാലത്ത് അദ്ദേഹം കൂടുതലും തെലുങ്ക് സിനിമകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അതിൻ്റെ സംഭാഷണങ്ങളും അതിലെ ഗാനങ്ങളുമെല്ലാം അദ്ദേഹമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഖ്യാതി കൂടി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് താൻ വിവർത്തനം ചെയ്യുന്ന സിനിമകൾ, തെലുങ്ക് സിനിമകൾ, അത് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് മലയാള സിനിമയായി തന്നെ തോന്നണം എന്നുള്ളൊരു നിർബന്ധം കൂടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സംഭാഷണങ്ങളും അത് തെലുങ്ക് സിനിമയിൽ നിന്നും നേരെ വിവർത്തനം ചെയ്ത സംഭാഷണമായി പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നിയിരുന്നില്ല. അത്രത്തോളം മികച്ചതായി അദ്ദേഹം ആ വരികളും ആ സംഭാഷണങ്ങളും എല്ലാം അദ്ദേഹം എഴുതിയിരുന്നു. ഏറ്റവും അവസാനം രാജമൗലിയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ RRR വരെ അദ്ദേഹം സംഭാഷണങ്ങളും ഗാനങ്ങളുമെല്ലാം ചിട്ടപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. 700-ലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് വരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയൊരു പാട്ട് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയൊരു ഗാനം വലിയ രീതിയിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് എന്നുള്ള തരത്തിൽ വരെ എതിർ പാർട്ടികൾ വിമർശനം ഉന്നയിച്ച് അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി മീറ്റിങ്ങുകളിലെല്ലാം അതിടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ത്രിശങ്കു ലോകത്തെ തമ്പുരാട്ടി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതിയതാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് സംവിധായകൻ ഹരിഹരന്റെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടൊരു പാട്ട് എഴുതുകയും പിന്നീട് ആ ചിത്രത്തിന്റെ സംഗമം എന്ന് പറയുന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു പാട്ട് എഴുതുന്നത്. ഇതിനു മുമ്പ് തെമ്മാടി വേലപ്പൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ത്രിശങ്കു ലോകത്തെ തമ്പുരാട്ടി എന്ന ആ ഒരു പാട്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരെയാണ് എന്നുള്ള തരത്തിലാണ് വിമർശനം വരുന്നത്. പിന്നീട് സംഗമം എന്ന ചിത്രത്തിൽ ഹരിഹരന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആ ഒരു പാട്ട് പിന്നീട് നിർമ്മാതാവ് PV ഗംഗാധരൻ ഇന്ദിരാഗാന്ധിക്ക് ഹിന്ദിയിൽ തർജ്ജമ ചെയ്ത് അയക്കുകയും വലിയ രീതിയിൽ ഇന്ദിരാഗാന്ധി സന്തോഷം പ്രകടിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അക്കാലത്ത് വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ പാത്രമായ ഒരാൾ കൂടിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഒരു കാലത്ത് വയലാറെല്ലാം കൊടികുത്തി വാണിരുന്ന ആ ഒരു മേഖലയിലേക്കാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചെന്ന് തൻ്റെ സാന്നിധ്യം തെളിയിച്ചത് അല്ലെങ്കിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് പല മേഖലയിലേക്ക് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏത് രീതിയിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം. അതിനു മുൻപ് സാനു കെ സജീവ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാനു, എപ്പോഴായിരുന്നു മരണം? എന്തായിരുന്നു മരണകാരണം? മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുകയാണ്. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകുന്നേരം 4:55 മരണം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രി വാസത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ വീണുണ്ടായ പരിക്കിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ന്യൂമോണിയ ബാധയും അദ്ദേഹത്തിനുണ്ടായി.